ഹലോ ഗായ്സ്, എല്ലാവർക്കും എക്സ്പ്രസ് സീരീസിൻ്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിതറിനെ കൊല്ലാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു വേൾഡിൽ ബീക്കൻ്റെ കുറവുണ്ട്. സോ നമ്മളിന്ന് വിതറിനെ കൊന്നിട്ട് ഒരു ബീക്കൺ സെറ്റ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ നമ്മുടെ റേറ്റ് ഫാമിൽ ഞാൻ കുറേ നേരം നിന്നായിരുന്നു. ഓക്കെ, കുറേ നേരം മറ്റേ പില്ലീസ് ഔട്ട് പോസ്റ്റിൽ പോയിട്ട് കുപ്പി ഉറപ്പിക്കും. എന്നിട്ട് നമ്മൾ നേരെ റേറ്റ് ഫാമിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഷാൾക്കർ നിറച്ചും ഈ ടോട്ടം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എനിക്ക് എത്ര എമറാൾഡ് കിട്ടി നിങ്ങളുണ്ട്? എനിക്ക് കുറേ എമറാൾഡ് കിട്ടി. അത് ഞാൻ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. 46 ബ്ലോക്ക് ഓഫ് എമറാൾഡ് ഉണ്ട്. പിന്നെ ഡെബ്രി ഞാൻ മൈൻ ചെയ്യാൻ പോയതല്ല, ഞാൻ ഒരു ബാസ്റ്റൻ ട്രേഡ് ചെയ്യാൻ പോയിരുന്നു. യെസ്, ഓക്കെ ഓക്കെ. ഇങ്ങനെ എതറേറ്റ് ആർമർ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ 7000 ബ്ലോക്ക് അങ്ങാണ്ട് പറന്നു പോയി കേസ്. ഓക്കെ, എന്നിട്ട് 4-5 സ്റ്റാക്ക് റോക്കറ്റ് ഞാൻ കരിച്ച് ചെന്നപ്പോൾ അവിടെ ആ ടെംപ്ലേറ്റ് ഇല്ലായിരുന്നു കേസ്. അതുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ആർമർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു. ഓക്കെ, അവിടെ പോയപ്പോഴാണ് എൻ്റെ ഈ ഒരു ആർമറെല്ലാം കംപ്ലീറ്റ് ഒന്ന് ചീത്തയായത്. ഓക്കെ, അവിടെ നിന്നാണ് എനിക്കൊരു ഡെബ്രി കിട്ടിയത്. ഓക്കെ, പിന്നെ ഞാൻ പുറത്ത് ഞാൻ എൻ്റെ ഒരു റോയൽ സിംഹാസനം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചുതരാം. അപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, എൻ്റെ കയ്യിൽ എനിക്ക് ഒരുപാട് ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വെച്ചാൽ ഞാനിവിടെ ഡയമണ്ട് വെച്ചിട്ട് ഒരു റോയൽ ചെയർ ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത് ഇതുപോലെ ഗോൾഡും വെച്ചു. പിന്നെ അടുത്ത് ഇവിടെ എമറാൾഡും വെച്ചു. ഓക്കെ, ഈ ഗോൾഡിൽ എനിക്ക് ഒരു മാസ്റ്റർ കിട്ടുകയാണ് ഗൈസ്, വേറെ ഒന്നും കിട്ടിയില്ല. ഓക്കെ, പിന്നെ എനിക്ക് ആ ഫാമിൽ നിന്ന് കിട്ടുന്ന മറ്റേ ആർമറും ടൂൾസെല്ലാം ഞാൻ കംപ്ലീറ്റ് ഒരു ഓഷ്യലിൽ ഡ്രോപ്പ് ചെയ്യും. അല്ലാതെ എനിക്ക് അത് വെച്ചൊന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ എനിക്ക് കിട്ടുന്ന എൻചാൻറ്റിങ് ബുക്സ്, പിന്നെ ഈ ഒരു വിറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന അത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഓക്കെ, രണ്ട് ഇത്ര ഐറ്റംസ് ഉണ്ട്. പിന്നെ എനിക്ക് മറ്റേ ബാസ്റ്റൻ എനിക്ക് ഒരു ബുക്കും കിട്ടിയായിരുന്നു. എന്തായിരുന്നു, മറ്റേ സോൾ സ്പീഡ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ഓക്കെ, അത് ഞാൻ ഇവിടെ എങ്ങാണ്ട് വെച്ചായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ എവിടെയും കൊണ്ട് വെച്ചെന്ന്. അതെണ്ടിരിക്കുന്നത് ഉണ്ടോ സോൾ സ്പീഡ്. പിന്നെ ഒരു ഒബ്സിഡൻ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ഓക്കെ, ടോട്ടോയിലെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടമാണ് കേസ്. കണ്ടോ, അതിനൊന്നും ഒരു പഞ്ഞമില്ല കേസ്. എനിക്കിപ്പോൾ ഇഷ്ടം പോലെ ടോട്ടോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വിതറിനെ കൊല്ലാൻ വേണ്ടി പോകാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് 3 മറ്റേ സ്കള്ളിൽ കളക്ട് ചെയ്യണം. മറ്റേ വിതർ സ്കെൽട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ മറ്റേ സോൾ സാൻഡ് ഒപ്പിക്കണം. എന്നിട്ട് അത് വലിയ പണിയൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ എവിടെയെങ്കിലും വെച്ചൊന്ന് കൊല്ലണം. അങ്ങനെ നമുക്ക് അതിൻ്റെ പരിപാടി ചെയ്യാൻ പോകും. പിന്നെ എൻ്റെ ഇപ്പോൾ ഫുഡൊന്നുമില്ല. എൻ്റെ ഫുഡ് പേടിക്കാനൊന്നും വേറെ ഗോൾഡൻ കാറ്റൊന്നുമില്ല. സോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഗോൾഡൻ കാറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇഷ്ടം പോലെ പൈസ എല്ലാം ഉണ്ട് കേസ്. ഓക്കെ, എൻ്റെ ഗോൾഡൻ കാറ്റ്. ഓക്കെ, ഇനി നെതറിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ട്രേഡ് ചെയ്യാം കേസ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ പോർട്ടൽ പൊട്ടിച്ചായിരുന്നു കേസ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ്. അന്നേരം പൊടിച്ചു വെച്ചാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ഞാൻ മറ്റേ നെതർ ചെയ്യുന്നിട്ട് ഞാൻ മറ്റേ പാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് എല്ലാ ലൂട്ടെല്ലാം എടുത്തിട്ട് ഞാൻ ഈ ഒരു എൻ്റെ ഐറ്റംസ് എല്ലാം ആ ഒരു ഇൻട്രസ്റ്റിനകത്ത് വെച്ചു. എന്നിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ ലെവലിൽ പോകുന്നത് നിൽക്കുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പോർട്ടൽ പൊട്ടിച്ചത്. ഓക്കെ, പിന്നീട് ബിൽഡ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നേരെ എന്നെ തലോട്ട് വെച്ച് ഓടിക്കാൻ കേസ്. അല്ലേ വേണ്ട, എൻ്റെ ആർമർ ടൂൾസിലൊന്ന് മെൻറ്റ് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ വേണ്ട, വിതറിനെ കൊല്ലാൻ പോകുമ്പോൾ മെൻറ്റ് ചെയ്യാം കേസ്. ഓക്കെ, ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് എടുത്തേക്കാം. ഓക്കെ, എമറാൾഡ് തിരിച്ച് പോട്ടെ. ഓക്കെ, എൻ്റെ ബ്ലോക്ക് പിന്നെ എൻ്റെ ബീക്കൺ ഉണ്ടാക്കാനുള്ള എല്ലാ ബ്ലോക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്നാലും ഞാൻ ഫുൾ ബീക്കണൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഓണാക്കി കണ്ടാൽ മതി. ഓക്കെ, ഫുൾ ബീക്കൺ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. പുറത്തോട്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങോട്ട് തന്നെയാണ്. നമുക്ക് 3 വിതർ സ്കെൽട്ടൻ്റെ സ്കള്ളും പിന്നെ 4 മറ്റേ സോൾ സാൻഡ് വേണം. ഓക്കെ, പിന്നെ ഞാൻ ഈ ബാസ്റ്റിനെ കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വേൾഡിനകത്ത് ബാസ്റ്റിനെ ഇല്ലെന്ന്. കാരണം 5-6 ഫോർട്രസ് ഞാൻ കണ്ട് കാരണം കുറേ ഫോർട്രസ് ഞാൻ കണ്ടുപിടിച്ച് 7-8 ഫോർട്രസ് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച്. ഓക്കെ, ഈ ഒരു ബാസ്റ്റൻ സ്പോൺ അവിടെ സ്ഥലത്തല്ല ഈ ഒരു ഫോർട്രസ് കയറിയിരിക്കുകയാണ് കേസ്. എല്ലാ ഭാഗമേലും നടക്കുക ഓരോ ഫോർട്രസ്. അതാണ് ഏറ്റവും കോമഡി.
എന്നിട്ട് കിട്ടിയ ബാസ്റ്റിനകത്താണെ ആ ഒരു സാധനമേ ഇല്ല, ടെംപ്ലേറ്റ്. ഓക്കെ, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ശിവമാർക്ക് മറ്റേ ഗോൾഡൻ കണ്ട വെള്ളത്തിൽ കേട്ടോ, ഇനി ചുമന്ന് തന്നെ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ നെതറായുണ്ടായിരുന്നു. അയ്യോ, അടി കിട്ടി എല്ലാം കിട്ടിയോ? ജസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, വല്ലതും കിട്ടുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കാണാൻ നിങ്ങളൊരു ചെറിയ ടൈം ലാപ്സ് ഉണ്ടോ? എടുത്തേക്കും നമ്മൾ ഫസ്റ്റ് ഹെഡ് എടുക്കണേ. എന്തൊക്കെയോ റെസിപ്പിയൊക്കെ വന്നു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ 3 കെട്ട് കിട്ടിയായിരുന്നു, എന്നിട്ട് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമ്മുടെ 1.5 സ്റ്റാക്ക് ചെയ്ത് ഈ ഒരു ബോണം കിട്ടി. പിന്നെ എൻ്റെ ആർമർ കംപ്ലീറ്റ് ഒന്നും ഉണ്ടായില്ല, അതനുസരിച്ച് വീട്ടിൽ പോന്ന്. ഓക്കെ, അല്ലല്ല, നമുക്ക് മറ്റേ മെൻറ്റിങ്ങിന് പോകണം കേസ്, നമ്മുടെ ആർമർ ടൂൾസിലെ മെൻറ്റ് ആകുമ്പോൾ. അയ്യോ, ഇപ്പം ചാടിക്കൊടുത്തേനെ. റോക്കറ്റ് ഓർഡർ. ആ ഓക്കെ, അടിപൊളി. ഞാൻ ഇതെല്ലാം കൊണ്ട് വെച്ചില്ല കേസ്. പ്ലീസ് ഓർഡറിൽ നമുക്ക് പോയിരിക്കണേ. ഇവിടുന്ന് മെൻറ്റ് ചെയ്തിട്ടെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആർമൺ ടൂൾസ് എല്ലാം മെൻറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചിനി വീട്ടിൽ പോകാം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ചെസ്റ്റ് ഫൈറ്റ് ഇട്ടിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ സോൾസാൻ്റെ ഒന്നേ ഉള്ളൂ കേസ്, വേറെ കണ്ടിരിക്കുന്നു 6 എൻ്റെ അടുത്തേക്കും. ഓക്കെ, ഇനിയൊന്നും ചെയ്യാല്ല കേസ്, നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോകാം. നമ്മുടെ സ്ട്രോങ് ഹോൾ ഇരിക്കുന്ന ബോട്ടിൽ. ഓക്കെ, ഞാൻ വില്ലേജ് വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു പോർട്ടലിനടുത്ത് വെക്കുന്നില്ല, കാരണം എനിക്ക് തിരിച്ച് പോകാനുള്ളതാണ്. അവൻ ചിലപ്പോൾ പോർട്ടൽ പൊട്ടിക്കും. അപ്പോൾ ഇവിടെ സ്പോൺ ചെയ്യാൻ നല്ല സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഞാൻ സ്പോൺ ചെയ്യാൻ കേസ്. ഓക്കെ, ഐറ്റംസ് എല്ലാം എടുത്തേക്കാം. പിന്നെ എന്തെങ്കിലും റോങ് ആയിട്ട് നടക്കുവാണെങ്കിൽ തിരിച്ച് പോകാൻ റോക്കറ്റും എല്ലാ ഐറ്റംസും അതിലുണ്ട്. ഓക്കെ, പിന്നെ ടോട്ടം ഇഷ്ടം പോലെ നമുക്ക് വേണം. കുറേ ഇരിക്കട്ടെ. അത്ര മതി. തിരിച്ചു വെച്ചേക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഇടാം. ഓക്കെ, ഇനി അവനെ സ്പോൺ ചെയ്യിക്കാം ഗൈസ്. ഓക്കെ, എല്ലാം നന്നായിട്ട് പോയാൽ മതിയായിരുന്നു. റെക്കോർഡിങ്ങനല്ലേ അങ്ങനെ ലെസ് പ്ലേ സീരീസ് ഞാൻ ഇതന്നെ സ്പോൺ ചെയ്യിക്കാൻ പോവുകയാണ്. സ്പോൺ ചെയ്യാല്ലേ? സ്പോൺ ചെയ്ത് വിതറ് അവൻ്റെ ഹെൽത്ത് എല്ലാം കാണിക്കുന്നത്. ഓക്കെ, കൊണ്ടില്ല അവൻ്റെ കൊണ്ടില്ല, എൻ്റെ കൊണ്ടില്ല. ഓടാ, കൊണ്ട് എൻ്റെ അവനും എൻ്റെ കൊണ്ട്.
കിട്ടി എഫക്റ്റ് കിട്ടി. ഇതാണ് ഏറ്റവും പാടുള്ള എഫക്റ്റ്. ഓക്കെ, ഇത് വിതറിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് വന്നു. ടോട്ട വീർ അത് എന്നാ പറയാം, അവനെ നല്ല പ്രൗഡ് ഓഫ് മൈ സെൽഫ്. പകുതി ആവാറായി. ഓക്കെ, പകുതി ആവാറായി. പകുതി ആയില്ലേ? പകുതി ആവറാ. പകുതി ഓക്കെ. ഇനി അവനെ ഒന്നും കാണാൻ എൻ്റെ പറപ്പിക്കുന്നവൻ എന്നെ പകുതിയായല്ലോ. ഞാൻ പാട്ട് പതി അതൊന്നും അത് അയ്യോ അവനെന്തേ എന്തോന്ന് ഇതന്നെ ഗെയിമിൽ ലാഗടിക്കുന്നുണ്ടോന്നൊരു സംശയമല്ലേ? ലാഗടിക്കുന്നുണ്ട്. മൈൻക്രാഫ്റ്റേ ഇവിടെ യെസ് പിക്കാക്സ് അല്ലെ വിതറൻ ഞാൻ വിതറിനെ സ്പോൺ ചെയ്യിച്ചില്ലായിരുന്നു ഇവിടെ. ഞാൻ ഡീസ്പോൺ ആയോ ഇനി? അപ്പോൾ അയ്യോ ചാണിയ ചത്ത്. എൻ്റെ ഹെൽത്ത് കയറുന്നു നോക്കിയാൽ ഞാൻ എൻ്റെ വെള്ളം വെച്ചാൽ അല്ല ഇരട്ടറിക്കല്ലേ ആണ്ടോ. എനിക്ക് ഇരട്ടറൊക്കെ വലിയ വിശ്വാസമുണ്ട്. ഓക്കെ മാറാ. എന്നാ ഐറ്റംസ് ആണിത്? അയ്യോ വേണ്ട ഓട്ടം ഓടാറിങ്ങി. പിന്നെ മോൻ്റെ ഇങ്ങനെ ഇരിക്കുന്നു. എടാ ഇത് വേണം എനിക്ക് കോമ്പിൾ സ്റ്റോൺ ജനറേറ്ററെല്ലാം ഉണ്ടോ? ഞാൻ നേരെ വേണോ പറയണ്ടായിരുന്നു. ഇവൻ ലാഗാക്കുന്ന ഈ വേൾഡ് മിക്കവാറും ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വരും. ഓട്ടം വെച്ചിട്ട് മതി ബാക്കി കളി. നീയോടെ ചത്ത് അങ്ങനെ ലെസ്പ്ലേ ഇതുവരെ വിതറിനെ പോന്നിട്ടുണ്ട്. ഒരു കാര്യം മറ്റേടത്തെ വിതറായിപ്പോയി.
അയ്യോ ഇവിടെ എന്തൊക്കെയാടാ സംഭവിച്ചത്? കുണ്ട കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ എക്സ്പ്രസിൽ നമുക്ക് നെതർ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നേരത്തെ സംഭവിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. യെസ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. നെതർ സ്റ്റാർ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. യെസ്, എൻ്റെ വീട്ടിൽ. ഓക്കെ, കണ്ടിരിക്കുന്ന ഇട്ടുണ്ട്. എൻ്റെ ഒപ്സീഡിയനും ഇരിപ്പുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഒരു കിടിലൻ ബീക്കൺ അങ്ങ് സെറ്റ് ചെയ്യാൻ. യെസ്, ഇങ്ങനെ കണ്ടല്ലായിരുന്നല്ലോ ഉണ്ടാക്കുന്നത് അവിടെ. അങ്ങനെ എൻ്റെ ബീക്കൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ് യെസ് ഇനി എനിക്ക് കുറച്ച് ബ്ലോക്ക് വേണം. ഓക്കെ, ഇനി നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ യെസ് ഇനി നമുക്ക് കുറച്ച് എമറൽഡ് ഉണ്ടാക്കാം. അതിനകത്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഇടാൻ പറ്റും. ഇപ്പോൾ ചെറിയ ബീക്കണായതുകൊണ്ട് നമുക്ക് സ്പീഡ് ഇടാൻ പറ്റത്തുള്ളൂ. അതെങ്കിൽ അന്ന് ഓപ്പൺ ആക്കിയല്ലോ. ഇനി എനിക്ക് ഇവിടെ ബീക്കൺ ഉപയോഗിക്കാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.